മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മൂന്നാർ ഡിവൈഎസ്പി ചന്ദ്രകുമാർ എസ്. സഞ്ചാരികൾക്ക് സുരക്ഷയൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയ ഉടനെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി. അതേസമയം ടാക്സി ഡ്രൈവർമാർക്കെതിരെയുള്ള പരാതി തെറ്റാണെന്നും തങ്ങൾ സഞ്ചാരികൾക്ക് സുരക്ഷയൊരുക്കുകയും സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നവരുമാണെന്നും മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരും വ്യക്തമാക്കി. ഏതാനും ദിവസം മുമ്പ് മൂന്നാർ സന്ദർശനത്തിനെത്തിയ മുംബൈ സ്വദേശിക്ക് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും മോശം അനുഭവമുണ്ടായതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. യുവതിയുടെ യൂട്യൂബ് വീഡിയോ വൈറലായതിനു പിന്നാലെയായിരുന്നു നടപടി. വിനോദസഞ്ചാരികൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള മോശം നടപടികൾ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത് തുടർന്നുമുണ്ടാകുമെന്നും മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു നൽകുമെന്നും മൂന്നാർ ഡിവൈഎസ്പി ചന്ദ്രകുമാർ എസ് വ്യക്തമാക്കി. ഇതില് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷിക്കാൻ പോയ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടായെന്ന് പ്രാഥമികമായ വിവരം കിട്ടിയപ്പോൾ തന്നെ നടപടി അവർക്ക് ജില്ലാ പോലീസ് മേധാവി അവരെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. ഇനി അത് അന്വേഷണത്തിലാണ് അവർ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റുള്ളൂ. എന്തെങ്കിലും പ്രാഥമിക വിവരം കിട്ടിയപ്പോൾ തന്നെ അവരുടെ ഒരു വീഴ്ച ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. അത് അന്വേഷണത്തിൽ എന്താണെന്നുള്ളതനുസരിച്ച് ബാക്കി നടപടി ഉണ്ടാവും. പിന്നെ മറ്റ് സഞ്ചാരികളെ സംബന്ധിച്ച് അവർക്ക് അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരോടൊപ്പം പോലീസ് ഉണ്ട്. എന്നാൽ നിലവിലെ സംഭവത്തിൽ ടാക്സി ഡ്രൈവർമാരുടെ ഭാഗത്ത് ഒരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളോട് തങ്ങൾ മോശമായി പെരുമാറില്ലെന്നും സഞ്ചാരികളാണ് തങ്ങളുടെ ജീവിതമാർഗമെന്നും ടാക്സി ഡ്രൈവർമാരും പറയുന്നു. ഓൺലൈൻ ടാക്സികൾക്ക് മൂന്നാറിൽ നിന്നും സഞ്ചാരികളെ കൊണ്ടുപോകുന്നതിന് അനുവാദമില്ലെന്നും കോടതി ഉത്തരവ് നിലനിൽക്കുകയാണെന്നും ഇവർ പറയുന്നു. மூணார் டூரிஸ்ட் டாக்ஸி டிரைவர்ஸ் அசோசியேஷன்லேருந்து நாங்கள் பாரவாயிகள். என்னவென்றால் இது ஒரு 30ஆம் தேதி காலையில் ஒரு 10 மணி அளவுக்கு ஒரு ஊப்பர் வண்டி வந்து ஒரு கெஸ்ட்டை ஏற்ற வந்தாங்க. அப்போ நாங்கள் டிரைவர் மாதிரி போய் சொன்னோம், இது கெஸ்ட்டை ஏற்ற முடியாது, நீங்கள் ஒன்வே தான் ஓட்ட முடியும், ஒன்வே ஓட்ட முடியாதுன்னு சொன்னோம். ஆனால் அந்த டிரைவர் அங்கீகரிக்காமல் அந்த கெஸ்ட்டை ஏற்றுறாங்க. நாங்கள் கெஸ்ட்டை எதுவுமே ஓத்துறம் பண்ணல. காரணம் மூணாருக்கு வரக்கூடிய கெஸ்ட்டுகளை நாங்கள் எல்லாருமே மூணார் டாக்ஸியும் சரி, ஆட்டோனாலும் சரி, ஜீப்னாலும் சரி, நாங்கள் எல்லாருமே ஹோட்டல்னால வரவேற்கத்தான் செய்கிறோம். ஏன்னா அவங்க வந்தால் தான் எங்களுக்கு பிஸ்னஸ்ஸு. நாங்கள் இப்படியேப்பட்டிருக்கும்போது நாங்கள் கெஸ்ட்டை வந்து ஓத்திரியப்படுத்தலை. ஆனால் இங்கே வந்து அந்த கெஸ்ட்டு வந்து எப்படி யூடியூப் சேனலில் போட்டாங்கன்னு தெரியல. ஆனால் எங்களுக்கு நாங்கள் யாரையும் ஓத்திரியம் பண்ணலை. எங்களுக்கு வாழ்வாதாரம் என்ன பாதிக்கிட்டோம்னா ஊப்பர் வண்டி, ஓலா வண்டி எல்லாம் வந்து ரயில்வே ஸ்டேஷன், ஏர்போர்ட்டு, அதே மாதிரி பஸ் ஸ்டேஷன் இதில் மட்டும் தான் எடுக்க முடியும். வேறு இடத்துல எடுக்க முடியாது. ஆனால் இங்கே மூணாருக்கு வந்தால் ஒன்வே தான் இறக்கி விடணும். ரிட்டர்ன் எடுக்கக்கூடாதுன்னு சொல்லி ரூல்ஸ் இருக்குது. ஏற்கனவே கோடதி விதி ஒன்று இருக்குது. അതേസമയം വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സഞ്ചാരികളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള പരാതിയിൽ 15ഓളം ആളുകളാണ് ഇപ്പോൾ അഴിക്കുള്ളിലായിട്ടുള്ളത്. അടിക്കടി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയും വാർത്തകൾ പുറത്തുവരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ഉപജീവനമാർഗം കണ്ടെത്തുന്നവരും പങ്കുവയ്ക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ.